എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ തൃശ്ശൂരൊക്കെ നല്ല മഴയാണ്. അപ്പൊ നമ്മുടെ ഈ ചൂട് സമയത്ത് ആദ്യത്തെ മഴ നമുക്കൊരു സ്പെഷ്യൽ ആയിരിക്കില്ലേ, അതുപോലെ തന്നെ നമുക്ക് ആ മണ്ണ് നനയുന്ന ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അടിപൊളി ഒരു ഫീലാണ് കേട്ടോ. അപ്പൊ ഞാൻ പോയിട്ട് നമ്മള് മഴയൊക്കെ നനഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഡ്രസ്സിലൊക്കെ വെള്ളമായി, പക്ഷെ അതൊരു പ്രത്യേക തരം ഒരു സുഖമാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ മഴ പെയ്ത കാരണം കൊണ്ട് തന്നെ നല്ലൊരു ഹാപ്പി മൂഡാണ് കേട്ടോ. നമുക്ക് ഈ ചൂട് സമയത്ത് ഒരു മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്കൊരു ആശ്വാസമാണ്. ഒരുപാട് സന്തോഷം. നമ്മുടെ കോംബോ സോപ്പിന്റെ വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് ഇരിക്കാൻ സമയമില്ല എന്ന് വേണം പറയാനായിട്ട്. അത്രയധികം ഓർഡറുകളാണ് കേട്ടോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് കിട്ടിയിട്ടുള്ള ഓർഡറാണ് ദേ ഈ കാണുന്നത്. അപ്പൊ നിങ്ങളെയോട് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ദൈവത്തിനോടും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ തുടങ്ങുകയാണ്. അപ്പൊ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളുടെ എന്താ പറയാ പരിഹസിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും കേട്ടോ. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ എത്താനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഒരു സോപ്പ് പോലും സെയിൽ ഇല്ലാത്ത സമയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയം ഈ സമയം നോക്കുമ്പോൾ ഇന്ന് നമുക്ക് അത്രയും ഓർഡറുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ആണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ഒരു തവണ ഒരു കസ്റ്റമറിനെ കൊണ്ട് ഒരു സാധനം എടുപ്പിക്കാൻ പറ്റും, പക്ഷെ അത് പിന്നീട് വാങ്ങിക്കാനുള്ള ആ കസ്റ്റമറിന്റെ ആ ഒരു ഇതാണ് നമുക്ക് വേണ്ടത്. എപ്പോഴും നമ്മൾ നല്ല പ്രോഡക്റ്റുകൾ മാത്രം കൊടുക്കുക. പൊട്ട പ്രോഡക്റ്റുകൾ ഇപ്പൊ നമുക്ക് കുറച്ച് വില കുറവിന്റെ ബേസും സ്മെല്ലുകളൊക്കെ വില കുറവിന്റെ ഒക്കെ കിട്ടാനുണ്ട്. അത് വെച്ച് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തവണയോ 2 തവണയോ സെയിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിനും നിൽക്കാറില്ല. എപ്പോഴും നല്ല ഐറ്റംസ് മാത്രമാണ് കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ ഓർഡർ നമുക്ക് കിട്ടാൻ തന്നെ കാരണം. അപ്പൊ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റ് സോപ്പാണ് നമ്മുടെ കോംബോ സെറ്റ്. അപ്പൊ ഇതിൽ വരുന്ന സെറ്റുകൾ ഇതേ ഗ്രീൻ കളറിൽ വരുന്നതുണ്ട്. അപ്പൊ ഇത് നമ്മുടെ നെയിമിന്റെ ആണ്. ഇത് ശംഖുഷ്പാണ്, ഇത് പിയേഴ്സ് ആണ്, ഇത് നമ്മുടെ 3 കൂടി വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന് 4 കസ്റ്റമേഴ്സ് അത്ര ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ആണ് വരുന്നത്. നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിലും ഇത് കൊണ്ടുവയ്ക്കേണ്ട താമസം ചടവടയായിരുന്നു. 3 സെറ്റ് 4 സെറ്റൊക്കെ ആയിട്ടാണ് ആളുകൾ കൊണ്ടുപോകുന്നത് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. നമ്മുടെ പ്രോഡക്റ്റുകൾ അത്രയും അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളതില്. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇതിന്റെ എല്ലാത്തിന്റെ കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ കിറ്റ് വെച്ചിട്ട് നിങ്ങൾക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇതുപോലെ അടിപൊളി സോപ്പുകൾ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഒരുപാട് പേർക്ക് പേടിയാണ് കേട്ടോ നമുക്കൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് പറ്റുന്ന എന്ത് ബിസിനസ് ആണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ കുറച്ച് എമൗണ്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയധികം സോപ്പുകളൊന്നും ഓർഡർ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് അത്യാവശ്യം സോപ്പുകളുടെ ഒക്കെ ഓർഡർ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സോപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ അറിയുന്നവർക്ക് ഞാൻ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് പലരും നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പുകൾ മേടിക്കാറില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാതെ തന്നെ ഇങ്ങോട്ട് കസ്റ്റമർ അന്വേഷിച്ച് വരികയാണ് നമ്മുടെ സോപ്പുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറെ പേര് നമ്മളെ അത്രയും പരിഹസിച്ചവരുണ്ട്. സോപ്പ് ഉണ്ടാക്കിയിട്ടാ നിനക്ക് വല്ല ജോലിക്ക് പോക്കൂടെ ചോദിച്ചിട്ട്. പക്ഷെ അവരുടെ മുന്നിലൊക്കെ ഞാനിപ്പോ അത്രയും ഇതിലാണ് കേട്ടോ നിൽക്കുന്നത്. നമുക്കിപ്പോ ഷോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ സോപ്പ് ബിസിനസ് ചെയ്തിട്ടും ഇവിടെ വരെ എത്താനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ അത്രയും പ്രൗഡാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്തായാലും പിന്നിലോട്ട് പോകരുത്. എന്ത് വന്നാലും നമ്മൾ മുന്നിലോട്ട് പോകാനായിട്ട് തന്നെ ശ്രമിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാവാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കതിൽ ഉയർച്ചകൾ ഉണ്ടാവാം, താഴ്ചകൾ ഉണ്ടാവാം, എന്നാൽ പോലും നമ്മൾ മുന്നിലോട്ട് തന്നെ പോകണം കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് ഇപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിനോടും ദൈവത്തിനോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ നമ്മുടെ കമന്റ്സും ലൈക്കും ആണ് നമ്മൾ മുന്നിലോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തന്നെ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. അപ്പൊ നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനി കാണാം. ബൈ.